നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മോശമായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും, ഇത്രയും വൃത്തികെട്ട ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടല്ലോ, ഞാൻ മഹാപാപിയാണോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലേ, എൻ്റെ മനസ്സിൽ എന്താ ഇങ്ങനത്തെ ഇത്രയും മോശമായ ചിന്തകൾ വരുന്നത്, ഞാൻ ചെയ്തത് തെറ്റായി പോയോ ഇങ്ങനത്തെ ചിന്ത വന്നത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനത്തെ ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നത് തെറ്റാണോ എന്നൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സ് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ചീത്ത ചിന്തകളുമുണ്ട്, ഒന്ന് നല്ല ചിന്തകളുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്ക് ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. പക്ഷേ വേറെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നും, സാരമില്ല, ഇത് തെറ്റൊന്നുമല്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആരും അറിയില്ല, ഒരു പ്രശ്നവുമില്ല, ഇത് തെറ്റൊന്നുമല്ല, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ആ കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സുണ്ടാവും. ആ തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന വേറൊരു മനസ്സുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ ഏത് ഭാഗത്തോട്ടാണ് തിരിയുന്നത് എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഭാവിയിലെ കാര്യങ്ങളും. നമ്മുടെ ഉള്ളിൽ ദൈവികമായ ചിന്തകളുമുണ്ട്, എന്നാൽ രാക്ഷസ സ്വഭാവമുള്ള വേറൊരു മനസ്സും നമുക്കുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ ചില തീരുമാനങ്ങൾ തെറ്റായി പോകുന്നത്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ദൈവികമായ ചിന്ത നമ്മളോട് പറയും, ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾക്ക് അതിൻ്റെ സൂചനകൾ തരും. അതേപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ. നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനോട് അടുക്കുമ്പോൾ ഈ ദുഷ്ടശക്തികൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ദൈവത്തിനോട് അടുക്കുന്നത് അത് തടയാനേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പല ചിന്തകളും നമ്മളുടെ മനസ്സിലോട്ട് വരുന്നത്. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിലോട്ട് വരും. പക്ഷെ നമ്മൾ ആ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് പതറുകയാണെങ്കിൽ അവിടെ തീർന്നു എല്ലാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ തന്നെ തോന്നില്ല, പിന്നെ പേടിയായിരിക്കും പ്രാർത്ഥനയിൽ. ഞാൻ ഇനി തെറ്റാണോ ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയിട്ട് അവരുടെ മനസ്സിൽ ഭയങ്കര വിഷമം, ഭയങ്കര മോശമായ ചിന്തകളായിരിക്കും അവരുടെ മനസ്സിലോട്ട് വരിക. ഇത് തന്നെയാണ് ഈ ദുഷ്ടശക്തികളുടെ ഉദ്ദേശവും. ഇപ്പോൾ കലിക്കാലാണല്ലോ, കലീൻ്റെ കാലാണത്. അപ്പോൾ നമ്മൾ നല്ലതിലോട്ട് പോകുമ്പോൾ അത് തടയാൻ കലി എന്തായാലും ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഈ ചിന്തകൾ വരുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് മൈൻഡേ ചെയ്യണ്ട, അത് ശ്രദ്ധിക്കേ വേണ്ട. എന്ത് ചിന്ത നമ്മളുടെ മനസ്സിലോട്ട് വന്നോട്ടെ, നമ്മൾ അത് ശ്രദ്ധിക്കാനേ പാടില്ല. നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പ്രാർത്ഥനയിലോട്ടായിരിക്കണം. മനസ്സിലോട്ട് ചിന്തകൾ വന്നോട്ടെ, പ്രശ്നമില്ല. അത് നമ്മൾ അതിലോട്ട് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ അയ്യോ ഞാനിങ്ങനെ ചിന്തിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ പ്രാർത്ഥന അവിടെ നിൽക്കും. അത് തന്നെയാണ് ഈ കലീൻ്റെ ഉദ്ദേശവും. അപ്പോൾ നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കാണ്ട്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത്, കണ്ണനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കാര്യത്തിലോട്ട് ശ്രദ്ധ വരും, ആ പ്രാർത്ഥനയോട്ട് ശ്രദ്ധ വരും. മനസ്സിലോട്ട് എന്ത് ചിന്ത വന്നാലും നമ്മളത് ശ്രദ്ധിക്കേ വേണ്ട. അതൊക്കെ സാധാരണമാണ്. ഈ ചിന്തകൾ നമ്മളെ മനസ്സിലോട്ട് വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഭക്തിയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനാണ്. എന്തായാലും കലിക്ക് നമ്മൾ ആ രീതിയിലോട്ട് ഭക്തി മാർഗത്തിലോട്ട് പോകുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ. കലി എന്ന് പറയുന്നത് ഈ ദുഷ്ടശക്തികൾ. അതുകൊണ്ടാണ് ഈ ചിന്തകളൊക്കെ നമ്മൾ മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ശ്രദ്ധിക്കുകയേ വേണ്ട, നമ്മളുടെ പ്രാർത്ഥനയിലോട്ട് ശ്രദ്ധിക്കുക. മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയ്യോ ഭയങ്കര തെറ്റായിപ്പോയി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും, നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ കണ്ണുകളൊക്കെ അടച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്കിങ്ങനെ തോന്നും, ആരോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, ആരോ നമ്മളുടെ അടുത്തുണ്ട് എന്നൊക്കെ ഒരു മോശമായ ചിന്തകൾ നമുക്ക് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ നല്ല രീതിയിലോട്ട് പോകുമ്പോൾ നമ്മൾ തടയാൻ നോക്കുന്നതാണ് ഈ ദുഷ്ടശക്തികൾ. അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനത്തെ ചിന്തകൾ വരുന്നത്. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളാണത്. നമ്മൾക്ക് ഇങ്ങനെ ആരോ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത്, നമ്മൾ ആ കൂടെ ആരോ ഉണ്ട്, നമ്മളെടുത്ത് ആരോ ഉണ്ട് എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മളിലോട്ട് വരും. പക്ഷെ നമ്മൾ അത് ഓർത്ത് മെഡിറ്റേഷൻ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നല്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളത് തരണം ചെയ്യുക തന്നെ വേണം. എന്നാലേ നമ്മൾക്ക്
മുന്നിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആരെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത്, ഇപ്പോൾ മഹാദേവനെയോ അല്ലെങ്കിൽ കൃഷ്ണനെയോ അല്ലെങ്കിൽ ആദിപരാശക്തിനെ ആരെയും നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും ആ ദൈവം, ഇപ്പോൾ കണ്ണനാണെങ്കിൽ കണ്ണൻ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഭദ്രകാളീനെ വിശ്വസിക്കുകയാണെങ്കിൽ ഭദ്രകാളി എൻ്റെ കൂടെ ഉണ്ട്, ആദിപരാശക്തിനെ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുക, എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ പിന്നിലുണ്ട് എന്ന് വിചാരിക്കുക. അല്ലാണ്ട് എൻ്റെ കൂടെ ആരോ നെഗറ്റീവായിട്ടുള്ള ആരോ ഉണ്ടല്ലോ, എന്ത് ദുഷ്ടശക്തികളുണ്ടല്ലോ എന്ന് മനസ്സിലോട്ട് ചിന്ത വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ ചിന്തിക്കുക, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മളത് വിശ്വസിക്കുക തന്നെ ചെയ്യുക. എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, എൻ്റെ പിന്നിലുണ്ട്, സംരക്ഷണമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഭദ്രകാളി ആണെങ്കിൽ ഭദ്രകാളി രൗദ്രരൂപത്തിൽ എൻ്റെ പിന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്, ഈ ദുഷ്ടശക്തികളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സംരക്ഷണമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് ചിന്ത തോന്നണം. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നെഗറ്റീവ് ചിന്തകൾ അത് പിന്നെ ഇല്ലാണ്ടാവും. പിന്നെ നമ്മൾക്ക് മെഡിറ്റേഷനിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റും. നല്ലത് ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കാരണം നല്ലതിലോട്ട് പോകാൻ നമ്മളെ തടയാൻ ഉള്ള ദുഷ്ടശക്തികൾ എപ്പോഴും ഉണ്ട്, നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് വിചാരിച്ചിട്ട് അതിൽ നിന്ന് തോറ്റ് പിന്മാറാൻ പാടില്ല. ഈ ധ്യാനിക്കുമ്പോൾ ഒക്കെ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പരമാനന്ദം എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ഫീലിംഗ് ആണത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോയേ പറ്റും. ഇങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെ എപ്പോഴും ആരോ ഉണ്ട് ഏത് ദുഷ്ടശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്ന് ചിന്ത വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്കാണ് വരാൻ തുടങ്ങും. പിന്നെ ഞാൻ ഇതിനെ പേടിക്കണം എന്നുള്ള ചിന്ത നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ തുടങ്ങും. സത്യയുഗത്തിലെ കലി രാക്ഷസന്മാരുടെ രൂപത്തിലായിരുന്നു. അത് രാക്ഷസന്മാരുടെ പാതാള ലോകത്തായിരുന്നു. പിന്നെ ത്രേതായുഗമായപ്പോൾ അത് ഭൂമിയിലോട്ട് വന്നു. അതാണല്ലോ രാവണനൊക്കെ അടുത്തോട്ട് വന്നു. ഒരു രാജാവ് എന്നുള്ള രീതി മനുഷ്യന്മാരെ അടുത്തോട്ട് വരാൻ തുടങ്ങി. പിന്നെ ദ്വാപരയുഗത്തിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ കലി കുടുംബങ്ങളിൽ വന്ന് ജനിക്കാൻ തുടങ്ങി. അതാണല്ലോ പാണ്ഡവർ, അവരുടെ കുടുംബത്തിൽ വന്ന് ജനിച്ചതാണല്ലോ കൗരവർ. ഇങ്ങനെ ഉണ്ടായ സമയത്തൊക്കെ നമ്മുടെ ദൈവങ്ങൾ പല അവതാരങ്ങളും എടുത്തിട്ട് ഈ രാക്ഷസന്മാരൊക്കെ വധിച്ചിട്ടുണ്ട്. ആ സമയത്ത് കലി പറഞ്ഞു, ഇനി കലിയുഗത്തിൽ ഞാൻ ഇരിക്കാൻ പോകുന്നത് മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിലായിരിക്കും, എന്നെ അവിടെ നിന്ന് നിഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ നിഗ്രഹിച്ചോളൂ എന്ന്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ രണ്ട് തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. ഒന്ന് ദൈവം പറയണതും ഒന്ന് കലി പറയണതും. കലി അവിടെ എപ്പോഴും വിജയിക്കാനേ നോക്കുള്ളൂ. നമ്മൾ എന്തായാലും പ്രാർത്ഥനയിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കും. കുറേയൊക്കെ ആൾക്കാർ അവരുടെ പണ്ടത്തെ കാലത്തൊക്കെ കലീനായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. കാരണം അത്രയും മോശമായ രീതിയിൽ നിന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ പെട്ടെന്ന് നല്ല മാർഗത്തിലോട്ട് പോകാന്ന് പറഞ്ഞാൽ കലി അത്ര പെട്ടെന്ന് സമ്മതിക്കില്ല, വിട്ടുകൊടുക്കില്ല. കലീൻ്റെ പണി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പണി ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ പ്രാർത്ഥന എല്ലാതുമായിട്ട് മുന്നോട്ട് പോവുക. മനസ്സിൽ എന്ത് ചിന്ത തോന്നിയാലും നമ്മൾ അതിലോട്ട് ശ്രദ്ധ കൊടുക്കരുത്. ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കാൻ പാടില്ല. നമ്മൾ ദൈവത്തിനോട് അടുക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ പ്രാർത്ഥന തുടരുക തന്നെ വേണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ധ്യാനിക്കുമ്പോൾ ഈ ചീത്ത ചിന്തകൾ വരുമ്പോഴൊക്കെ അത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അതിലോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരു ശീലമായി മാറും. പിന്നെ അത് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ അന്ന് ചെയ്തത്, എങ്ങനെ പ്രാർത്ഥനയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്തായാലും ഈ മോശമായ ചിന്തകൾ മനസ്സിലോട്ട് വരുന്നത് എന്തായാലും ഇല്ലാണ്ടാവും. കലീൻ്റെ ഭാഗം പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാനേ പോകണ്ട. ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ അതിലോട്ട് പിന്നെ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുക. പിന്നെ അതിനെ ചിന്തിച്ച് പിന്നെ അങ്ങോട്ട് കാട് കയറി നമ്മളുടെ ചിന്തകൾ പോകും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ നമ്മളുടെ മനസ്സിലോട്ട് വരുന്ന മോശമായ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളൊക്കെ ഇല്ലാണ്ടാക്കേണ്ടത്. നമ്മളുടെ മനസ്സിൽ ചീത്ത ചിന്തകൾ തോന്നിയെന്ന് വിചാരിച്ച് ദൈവം നമ്മളെ ഒരിക്കലും ശിക്ഷിക്കില്ല. കാരണം ആ ഒരു ചിന്തകളും നമ്മളുടെ മനസ്സിലോട്ട് വരും. പക്ഷെ നമ്മൾ ഏത് ചിന്തയ്ക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. ആ പ്രാധാന്യം നമ്മൾ ഏതിന് കൊടുക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. അല്ലാണ്ട് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വന്നു എന്ന് വിചാരിച്ച് ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല. നമ്മൾ ആ ചിന്തകളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് കൂടുതൽ പ്രാർത്ഥനയിലൂടെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ദൈവം നമ്മളെ ദൈവത്തിനോട്ട് തന്നെ അടുപ്പിക്കും.
അപ്പോൾ നമ്മൾ ഈ ഒരു കടമ്പ കടക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.